ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ PVC പൈപ്പാണ് പണ്ടൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അത് മാറി cpvc പൈപ്പാണ് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണം, അതുകൊണ്ട് കൊടുത്തുകൊണ്ട് എന്താണ് ഗുണം? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ PVC-നേലും കുറച്ച് റേറ്റ് കൂടുതലാണ് cpvc, അതായത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ്. നിങ്ങൾ ഈ കാണുന്ന ഐവറി കളറിലുള്ള പൈപ്പാണ് cpvc വരുന്നത്. അത് കൊടുത്തുകൊണ്ട് എന്താ ഗുണമുള്ളത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് ചെറിയൊരു ചെറിയ ബാത്റൂമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യമേ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ, തൊട്ടപ്പുറത്ത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്, തൊട്ടപ്പുറത്ത് നമുക്ക് കുളിക്കുന്ന ഏരിയ വരുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ബാത്റൂം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് cpvc, അതായത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടെങ്കിലും നമ്മളത് കൊടുത്തുകൊണ്ടിരുന്നത് GA ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് cpvc പൈപ്പുകളെല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരുന്നത് GA ആണ്. അതുമാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന മിക്സഡ് ടാപ്പ് ഉപയോഗിക്കുമായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഒറ്റ ടാപ്പുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈവർട്ടറിൻ്റെ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഡൈവർട്ടറിൻ്റെ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളത്തിന് ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഹീറ്ററിൻ്റെ ഓപ്ഷൻ ഈ ബാത്റൂമിൽ അതില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളിത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു ഹീറ്ററിൻ്റെ ഓപ്ഷൻ നമ്മൾ കൊടുത്തു, അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ മുകളിൽ നമ്മൾ കൊടുത്തു. അത് വന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന കണക്ഷൻസ് ഡൈവർട്ടർ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെള്ളം സാധാ പച്ചവെള്ളം ഇല്ലാത്ത സമയത്താണെങ്കിൽ അതല്ല, നമുക്ക് പച്ചവെള്ളം ടാങ്കിൽ തീർന്ന അവസ്ഥയിലാണെങ്കിൽ ഓൾറെഡി ടാങ്കിൽ കിടക്കുന്ന വെള്ളം ഉണ്ടാവും. അതായത് വാട്ടർ ഹീറ്ററിൽ കിടക്കുന്ന വെള്ളം ഉണ്ടാവും, അതല്ലെങ്കിൽ ഹീറ്ററിൽ കിടക്കുന്ന വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിക്സഡ് ലെവലിലേക്കാണ് ഡൈവർട്ടർ ഇടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പച്ചവെള്ളത്തിൻ്റെ ഡയറക്ഷനിലേക്ക് ഈ ചൂടുവെള്ളം മിക്സ് ചെയ്ത് കയറിപ്പോവും. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് cpvc പൈപ്പ് അല്ല, ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് അല്ല, നമ്മൾ സാധാ PVC ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ തിളച്ച വെള്ളമായിരിക്കും പോകുന്നത്. ആ PVC പൈപ്പ് നമ്മുടെ ടൈലിൻ്റെ ഉള്ളിൽ കിടന്നാണ്ട് ഉരുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായത് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പ് ഉരുകി പോകുന്നതാണ് സാധ്യത. അങ്ങനെ ഉരുകി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, നമുക്ക് പിന്നീട് നമുക്കൊരു മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് ടൈല് കംപ്ലീറ്റ് കുത്തിപ്പൊളിച്ച് മാറ്റിയതിന് ശേഷം രണ്ടാമത് ആ പൈപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം cpvc പൈപ്പ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമ്മളിവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് SDR11 എന്ന് പറയുന്ന cpvc പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് മതി. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് SDR11 പൈപ്പാണ് കോമൺലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് കുറച്ച് റേറ്റ് വ്യത്യാസം കാര്യങ്ങളേ വരുന്നുള്ളൂ. ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും cpvc പൈപ്പ് തന്നെ ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ നമ്മൾ cpvc പൈപ്പ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ റിട്ടേൺ ആയിട്ട് ചൂടുവെള്ളം പച്ചവെള്ളത്തിലേക്ക് മിക്സ് ആയാലും ഒരു പ്രശ്നമില്ല. കാരണം പൈപ്പ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത് cpvc ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. അപ്പോൾ ആ റിസ്ക് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് സംഭവിക്കുന്ന അബദ്ധത്തിന് നമുക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വരും. ആദ്യമേ തന്നെ നമ്മൾ പൈപ്പ് മാറ്റിയിടണം. അതിനുശേഷം പൈപ്പ് മാറ്റിയിടണമെങ്കിൽ ആദ്യമേ ടൈല് പൊളിക്കണം. ടൈല് പൊളിച്ച് ബാക്കി എല്ലാ PVC ഫിറ്റിങ്സുകളും മാറ്റിയതിന് ശേഷം cpvc കൊടുക്കണം. വീണ്ടും ടൈൽ ഒട്ടിക്കണം. അങ്ങനെ ഒരുപാട് നമുക്ക് നഷ്ടങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് നല്ലൊരു ബാത്റൂം നിങ്ങൾ പണിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും cpvc പൈപ്പ് ഇട്ട് തന്നെ നമ്മുടെ ബാത്റൂമുകൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് രണ്ട് പൈപ്പും cpvc പൈപ്പ് ആണെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണെങ്കിൽ പുറത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാത്റൂമുകളെല്ലാം പുതിയതായിട്ട് നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ബാത്റൂമുകളാണെങ്കിൽ നമുക്ക് cpvc പൈപ്പ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. ഇതൊരു പ്ലംബർ പറയുകയാണ് cpvc പൈപ്പിൻ്റെ ആവശ്യമില്ല, PVC പൈപ്പ് മതി എന്ന് പറഞ്ഞാൽ കൂടിയും നമ്മളത് പറഞ്ഞ് ക്ലിയർ ചെയ്യണം. കാരണം നമുക്ക് cpvc പൈപ്പ് തന്നെ ഇട്ട് ചെയ്യണമെന്ന് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്കിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോസിൻ്റെ ബൂമിങ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. മാക്സിമം ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക്, പുതിയതായിട്ട് വീഡിയോ വയ്ക്കുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി പറയുന്നു, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്.